ഗസയിൽ ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ലോക നേതാക്കളിൽ നിന്ന് വീണ്ടും വിമർശനം. മുൻ US സ്റ്റേറ്റ് സെക്രട്ടറി ഹിലരി ക്ലിന്റനാണ് ഏറ്റവും ഒടുവിൽ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. നെതന്യാഹു രാജിവെച്ച് പുറത്തേക്ക് പോകണമെന്നാവശ്യപ്പെട്ട ഹിലരി അയാളെ വിശ്വസിക്കാനാവില്ലെന്നും തുറന്നടിച്ചു. ഗസയിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന പോരാട്ടം കൈകാര്യം ചെയ്യുന്നതിൽ നെതന്യാഹു പരാജയപ്പെട്ടു. വെടിനിർത്തൽ നടപ്പാക്കുന്നതിൽ നെതന്യാഹുവാണ് തടസ്സമെങ്കിൽ അയാൾ സ്വയം മാറി നിൽക്കുകയാണ് വേണ്ടതെന്നും ഹിലരി ക്ലിന്റൺ പറഞ്ഞു. ഒക്ടോബർ 7 ഹമാസിന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായതിന് പിന്നാലെ നെതന്യാഹു രാജിവെക്കേണ്ടതായിരുന്നു. കാരണം നെതന്യാഹു അവകാശപ്പെടുന്ന ശക്തമായ സുരക്ഷാ വലയത്തിനിടയിലൂടെയാണ് ഹമാസിന്റെ ആക്രമണം ഉണ്ടായത്. രാജ്യത്തിന്റെ അതിർത്തികളിൽ ഹമാസിന്റെ പ്രത്യാക്രമണം ഉണ്ടാവുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടും ഇന്റലിജൻസിന്റെ നിർദ്ദേശത്തെ ഗൗരവമായി എടുക്കാതിരുന്നതിനെതിരെയും ഹിലരി നെതന്യാഹുവിനെ വിമർശിച്ചു. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഫലസ്തീനികളെക്കുറിച്ച് ഹമാസ് ആലോചിക്കുന്നില്ല. ആ ജനതയെ സംരക്ഷിക്കാൻ ഹമാസ് ഒന്നും ചെയ്യുന്നില്ലെന്നും അവർ ആരോപിച്ചു. ഇസ്രായേൽ ജനതയുടെ ആശങ്കകൾ പരിഹരിക്കാൻ US പ്രസിഡന്റ് ജോ ബൈഡൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്നും അവർ പറഞ്ഞു. നേരത്തെ ഇസ്രായേൽ മന്ത്രി തന്നെ നെതന്യാഹുവിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇസ്രായേലിന് ഹമാസിനെ ഒരിക്കലും പരാജയപ്പെടുത്താനാവില്ലെന്നും സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തുമെന്ന് അവകാശപ്പെടുന്നവർ സത്യം പറയുന്നില്ലെന്നും യുദ്ധ ക്യാബിനറ്റ് മന്ത്രിയും മുൻ കരസേനാ മേധാവിയുമായ ഗാഡി ഐസൻകോട്ട് പറഞ്ഞിരുന്നു. യുദ്ധാനന്തര ഗസയുമായി ബന്ധപ്പെട്ട ഉന്നതതല ചർച്ചകളിൽ ഏർപ്പെടാൻ നെതന്യാഹു വിസമ്മതിച്ചതിനെയും അദ്ദേഹം വിമർശിച്ചു. യുദ്ധത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഇതുവരെ നേടിയിട്ടില്ല, പക്ഷേ കരയിലുള്ള സൈനികരുടെ എണ്ണം പരിമിതമാണ്. അടുത്തതായി എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണമെന്നും ഐസൻകോട്ട് വ്യക്തമാക്കിയിരുന്നു. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന അവകാശവാദത്തോടെ തുടങ്ങിയ യുദ്ധം 4 മാസം പിന്നിടുമ്പോഴും എങ്ങും എത്തിയിട്ടില്ല. ഹമാസിൻ്റെ സമ്പൂർണ്ണ പരാജയം എന്നത് നെതന്യാഹുവിൻ്റെ ദിവാസ്വപ്നം മാത്രമാണ്. അതൊരു പഴങ്കഥയായി മാറും. ഹമാസിനെ തോൽപ്പിക്കാൻ ഇറങ്ങും മുമ്പ് ആദ്യ പരിഗണന നൽകേണ്ടത് ബന്ദികളെ മോചിപ്പിക്കലിനായിരുന്നു. യുദ്ധമല്ല, ചർച്ച മാത്രമാണ് ബന്ദികളെ രക്ഷിക്കാനടക്കമുള്ള എല്ലാത്തിനും പരിഹാരമെന്ന് ഐസൻകോട്ട് മുന്നറിയിപ്പ് നൽകി. ഹമാസിന്റെ പിടിയിലുള്ള ബന്ദികളെ തിരിച്ചെത്തിച്ചില്ലെങ്കിൽ നെതന്യാഹു സർക്കാരിനെ താഴെയിറക്കുമെന്ന ഭീഷണിയുമായി ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗിറും രംഗത്തെത്തിയിരുന്നു. ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി ഹമാസുമായി നിരുത്തരവാദപരമായ കരാറിലാണ് നെതന്യാഹു ഏർപ്പെടുന്നതെങ്കിൽ സർക്കാരിനെ താഴെയിറക്കുമെന്നായിരുന്നു ഭീഷണി. ഗസയിൽ നിന്ന് ഫലസ്തീനികളുടെ കുടിയൊഴിപ്പിക്കൽ ഉണ്ടാവില്ലെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ വ്യക്തമാക്കിയിരുന്നു. ഗസ ഫലസ്തീനികളുടെ മണ്ണാണ്, അത് ഫലസ്തീനികളുടേതായി തുടരുമെന്ന് തന്നെയാണ് തങ്ങളുടെ കൃത്യമായ നിലപാടെന്നും മില്ലർ പറഞ്ഞിരുന്നു. നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വിമർശനവുമായി പ്രശസ്ത ഹോളിവുഡ് നടൻ മാർക്ക് റുഫലോയും രംഗത്തെത്തിയിരുന്നു. ഗസയിൽ സാധാരണക്കാരെ കൊല്ലുന്നതിനെ യാദൃശിക സംഭവമെന്ന് നെതന്യാഹു ന്യായീകരിച്ചതിനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. അവിടെ യാദൃശികമായി സംഭവിച്ച നാശനഷ്ടങ്ങൾ അല്ല അത്. അവർ അവിടെ ജനിച്ച് അവിടെ താമസിക്കുന്ന മനുഷ്യരാണ്. ആ മനുഷ്യരിൽ ഭൂരിഭാഗവും അവിടെ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നു. അവർ ഫലസ്തീനികളാണ്. കെട്ടിടങ്ങളോ റോഡുകളോ വസ്തുക്കളോ അല്ല, അവർ മനുഷ്യരാണ്. അവരോട് കുറച്ച് കരുണ കാണിക്കണമെന്നാണ് മാർക്ക് റുഫലോ എക്സിൽ കുറിച്ചത്. സോഡിയാക്, ഷട്ടർ ഐലൻഡ്, ദി അവഞ്ചേഴ്സ്, അയൺ മാൻ 3, തോർ, ക്യാപ്റ്റൻ മാർവൽ തുടങ്ങി നിരവധി സിനിമകളിലൂടെ പ്രശസ്തനാണ് മാർക്ക് റുഫലോ. ഗസയിലെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊലപ്പെടുത്തുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്ന് നേരത്തെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും ആവശ്യപ്പെട്ടിരുന്നു. ഹമാസിനെതിരായ യുദ്ധം സർക്കാർ മോശമായാണ് കൈകാര്യം ചെയ്യുന്നതെന്നും ബെഞ്ചമിൻ നെതന്യാഹു രാജിവെക്കണമെന്നും ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിഡും ആവശ്യപ്പെട്ടിരുന്നു. ഹമാസ് ബന്ദികളാക്കിയവരെ തിരികെ ലഭിക്കാൻ ഗസയ്ക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കണമെന്നും ലാപ്പിഡ് പറഞ്ഞിരുന്നു. ഫലസ്തീന് പരമാധികാര രാഷ്ട്രത്തിനുള്ള അവകാശമുണ്ടെന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി സ്റ്റെഫാൻ സെജോണും പറഞ്ഞിരുന്നു. ലക്ഷ്യം കൈവരിക്കാൻ ഫലസ്തീനികളെ പിന്തുണയ്ക്കുമെന്ന പ്രതിജ്ഞയിൽ ഫ്രാൻസ് വിശ്വസ്തത പുലർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു.